മിസ്റ്റർ കിഡ്നാപ്പർ, താനെന്തിനാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന്? ഭദ്ര: അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ പേര് കിഡ്നാപ്പർ എന്നല്ല, ദേവാനന്ദ്. ദേവാനന്ദൊന്ന് നീട്ടി വിളിക്കാൻ വയ്യ. ദേവൻ, അത് മതി. ഞാൻ അവളൊന്ന് കണ്ണുരുട്ടി നോക്കി. അല്ല ദേവേട്ടൻ, പേടിയോടെ അവൾ പറഞ്ഞു. അത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. ഇയാൾക്ക് ചിരിക്കാനൊക്കെ അറിയുമോ? അതെന്താ, ഞാൻ മനുഷ്യനല്ലേ. സോറി, കണ്ടിട്ട് തോന്നിയില്ല. അവൾ അടക്കി പറഞ്ഞ് കേട്ടു. കേൾക്കാത്ത ഭാവം ഞാൻ നടിച്ചു. നിങ്ങൾ ഇപ്പോഴും ഈ ലോറിലാണ് കിടക്കുക? ദേവനൊന്ന് മൂളി. എന്ത് രസാ ഇങ്ങനെ നിലാവ് നോക്കി കിടക്കാൻ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കലും ഇതുപോലെ നിലാവ് നോക്കി മനസ്സിൽ മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ എല്ലാം മറന്നുറങ്ങാൻ. അത് ഇപ്പൊ കൂട്ടിന് മൂട്ടയും കൊതുകൊക്കെ വരും. അപ്പൊ അതിലും രസമായിരിക്കും. ഇതൊക്കെ ആസ്വദിക്കാൻ ഒരു കലാഹൃദയം വേണം. അതെങ്ങനെ തന്നെ പൊള്ളൊക്കെ എവിടുന്ന് ഹൃദയം? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പാവൻ്റെ അച്ഛൻ എത്ര വിഷമിച്ചാണ്. നാട്ടുകാർ എന്തു പറയും? നീ എന്തിനാ നാട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നു? അവരെന്ത് പറയാൻ നിനക്കെന്താ? നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലല്ലേ. അപ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അത് ശരിയാ. ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്താണ്? നീ നിന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. വായാടി, നിന്റെ നാവിന് ഇത്രയും നീളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഉണ്ടായെടുക്ക്, ഇല്ല ഞാൻ വല്ല കായലിലും താഴ്ത്തും. എനിക്കറിയാം നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യുമെന്ന്. ഞാനൊന്നും മിണ്ടുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഭദ്ര മുഖം തിരിച്ച് കിടന്നു. ഞാനൊരു സിഗരറ്റും കത്തിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അന്ന് ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് അടിയുണ്ടാക്കാനും സംസാരിക്കാനും ആൾ കിട്ടിയ പോലെ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഭദ്രയുടെ വീട്ടിലെത്തി. എന്നാൽ അവിടെ നിറയെ ആൾക്കൂട്ടം. അന്വേഷിച്ചപ്പോൾ ഡോക്ടർക്ക് വയ്യുന്നു, മകളെ കാണാതായതുകൊണ്ടാണെന്നും പരക്കെ സംസാരം. ഭദ്രയും എന്നെ ഒരുമിച്ച് കണ്ടപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചു. അവിടെ ഒരു അഴിഞ്ഞാട്ടക്കാരിയെ ചിത്രീകരിച്ചു. ഇതെല്ലാം കേട്ട് നിൽക്കാനുള്ള മനഃശക്തി ഡോക്ടർക്ക് ഉണ്ടായിരുന്നില്ല. പറയാൻ ബാക്കി വെച്ച സത്യം മൂടി വെച്ചുകൊണ്ട് അവളെൻ്റെ കയ്യിലേൽപ്പിച്ച് അദ്ദേഹം വിട ചൊല്ലി. ആ ഒരവസ്ഥയിൽ അവളെ കൈവിടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അന്നു മുതൽ അവളുടെ കൂടെ അവൾക്ക് സുരക്ഷിതത്വം നൽകി കാവലനായി. ആദ്യത്തിനോട് ദേഷ്യമായിരുന്നു. പിന്നെ പതിയെ പതിയെ അത് കുറഞ്ഞു. 1 മാസം കൂടി ഉണ്ടായിരുന്നു ഭദ്രയുടെ കോഴ്സ്. അത് കഴിയുന്നവർ അവിടെ നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവിടുന്ന് വരുന്നതിന് ഒരാഴ്ച മുന്നെയാണ് വിനായക് കൊല്ലപ്പെടുന്നത്. അന്ന് തന്നെ ഭദ്രയെ ഞാൻ നാട്ടിലേക്ക് അയച്ചു. പുറകെ ഞാനും വന്നു. പറയും, ഇതിൽ കൂടുതൽ ഇനി എന്താണ് അറിയേണ്ടത്? ദേവന്റെ ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു ജസ്റ്റിയുടെയും രുദ്രന്റെയും മറുപടി. രാവിലെ എന്നത്തെയും പോലെ ദേവൻ വീട്ടിലേക്ക് ചെന്നു. ഞായറാഴ്ച ആയതിനാൽ അച്ഛനൊഴികെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. കൂടെ മുത്തശ്ശനും മുത്തശ്ശിയും. ദേവനും തെച്ചും നിത്യമൂലമായിട്ട് കളിയിലാണ്. ഈ അപ്പാപ്പന്മാർ കള്ളക്കളിയോ കളിക്കുന്ന അച്ഛാ, ചുണ്ടു വെളുത്തിക്കൊണ്ട് നീതൂട്ടി പറഞ്ഞു. ഞങ്ങളല്ല, ഈ വായാടിയാ കള്ളക്കളി കളിക്കുന്നത്, തെച്ചു പറഞ്ഞു. നന്ദൂട്ടി പിന്നെ കുട്ടി നിക്കറിട്ട് ടിവിയുടെ മുമ്പിൽ ചിപ്സ് പാക്കറ്റുമായിട്ട് ഇരിപ്പാണ്. എൻ്റെ നന്ദൂട്ടി, നിനക്ക് രാവിലെ എഴുന്നേറ്റൊന്ന് കുളിച്ചാലെന്താ? നാറ്റാ, ദേവൻ കളിയായിക്കൊണ്ട് പറഞ്ഞു. വേണ്ട കേട്ടോ ദേവേട്ട, ഞായറാഴ്ച പബ്ലിക് ഹോളിഡേയാ, അന്ന് കുളിക്കും അവധിയാ. എൻ്റെ അമ്മ, ഈ നാറ്റപ്പെടുന്ന സർഫെക്സിൽ മുക്ക് 3 ദിവസമായി കുളിച്ചിട്ട്. ദച്ചു, നീ പോടാന്നോ? അതും പറഞ്ഞുകൊണ്ട് ദച്ചു നന്ദുവിൻ്റെ ചെവി പൊന്നാക്കി. അയ്യോ അമ്മേ, ദാസേട്ട് ഓടി വരണേ, ഈ പൊട്ടി ഡോക്ടറിനെ കൊല്ലുന്നേ, ഓടി വായോ. നന്ദൂട്ടി കാറി പൊളിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ദേവനുമായി ഓടിക്കളിക്കുകയാണ് നീതൂട്ടി. അമ്മാ അമ്മാ, ദച്ചുവിൻ്റെ അലർച്ച മാത്രം. ഈ പിള്ളേരെ കൊണ്ട് ചെവിതല കേൾക്കുന്നില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ എല്ലാത്തിനും കിട്ടും. രേവതി, അവർ കുട്ടികളല്ലേ, അവർ കളിക്കട്ടെ, അപ്പോഴല്ലേ ഇതൊരു വീടാവുള്ളൂ. ഒച്ചയും ബഹളവും ഇല്ലാത്ത വീട് എന്തിനു കൊള്ളാം, മുത്തശ്ശി ചിരിയോടെ പറഞ്ഞു. കൈ വേദനിക്കുന്നു കാല് വേദനിക്കുന്നു പറഞ്ഞ് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, ചട്ടം വെച്ച് കിട്ടും, നോയിക്കോ. രേവതിയമ്മ കലിപ്പിലാണ്. എന്നാ ഇന്ന് അടി ഉറപ്പ്, ചിരിയാലെ മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴാണ് ദേവനാരായണൻ അകത്തേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് എല്ലാവരും നിശബ്ദമായി. രേവതി, രേവതി, ദേഷ്യത്തോടെയായിരുന്നു ആ വിളി. എന്താ ദേവേട്ടാ? പരിഭ്രമത്തോടെ രേവതി ചോദിച്ചു നോക്കുന്നില്ല പുന്നാര മോനോട്, രാത്രി എവിടെയായിരുന്നു എന്ന്. നാണക്കേട്, ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, നാട്ടുകാർ പലതും പറയും, അതിന് ഞാൻ ഉത്തരവാദിയില്ല, ദേവൻ രോഷാകുണയെ പറഞ്ഞു. തലക്ക് മീതെ വളർന്നുപോയി, ഇല്ലേ ചെവിക്കല്ല് നോക്കിയൊന്ന് പൊട്ടിച്ചേനെ നിന്റെ ഈ സ്വഭാവത്തിന്. ദേവനാരായണന്റെ കോപം കണ്ട് ഏവരും പരിഭ്രാന്തരായി. നീ കാര്യം പറയൂ ദേവ, എന്നിട്ട് തല്ലണോ കൊല്ലണോ എന്നൊക്കെ തീരുമാനിക്കാം, മുത്തശ്ശൻ കടുപ്പിച്ച് പറഞ്ഞു. വക്കാലത്ത് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. എന്നാ കേട്ടോ, ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകളുമായിട്ട് ഈ വീട്ടിലെ തെമ്മാടിക്ക് പ്രേമം. രാത്രി അന്തികിടക്കലവരായിരിക്കണു. നാട് വിട്ടു പോകുമ്പോൾ അവളുണ്ടായിരുന്നത് മറ്റീലർ. അവളെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഈ തെമ്മാടി.
ഇതിലേതാണ് സത്യം എന്ന് എനിക്കറിയില്ല. ഒന്നറിയാം, ഇവൻ അവളുടെ കൂടെ ആയിരുന്നു. ദേവനിലോട്ട് ചുട്ടിരിക്കുന്ന നോട്ടമായി ദേവനാരായണൻ പറഞ്ഞു. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? വ്യാകുലതയോടെ മുത്തശ്ശൻ ചോദിച്ചു. ഇത് ഞാൻ പറയുന്നല്ല, നാട്ടുകാർ പറയുന്ന, നേരിട്ട് കണ്ടറിഞ്ഞവർ പറയുന്ന. ഇല്ലേ, ചോദിച്ചു നോക്കിയവനോട്. നാട്ടുകാർ പറയുന്നത് വിശ്വസിക്കാനാണ് പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അതെ, ഞാൻ അവിടെ വീട്ടിലായിരുന്നു. പക്ഷേ അതൊരിക്കലും നിങ്ങളൊന്നും വിചാരിക്കുന്നവരുടെ ബന്ധമല്ല. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല. നാട്ടുകാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരുപാട് പേരുണ്ടാവും ഈ നാട്ടിൽ. ആ കൂട്ടത്തിൽ ദേവാനന്ദനെ കൂട്ടണ്ട. കടുപ്പത്തിൽ തന്നെയായിരുന്നു ആ മറുപടി. എൻ്റെ ദേവ, നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞുകൂടെ? ഇവിടെ ആരാ നിന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാൻ? അതും ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകൾ. അത്രയും നല്ലൊരു കുട്ടിയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ദേവന്റെ ദേഷ്യമറിയാവുന്ന നാരായണമേനോൻ വാത്സല്യപൂർവ്വം പറഞ്ഞു. മുത്തശ്ശ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഇത്രയും എന്നെ കുറ്റപ്പെടുത്താൻ ഞാനെന്ത് തെറ്റാണ് ചെയ്ത്? അത് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ തള്ളി. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈ ധരിക്കുക. ദേവാ, അമ്മയുടെ ശബ്ദമുയർന്നു. അമ്മയ്ക്ക് വിഷമം തോന്നരുത്. അങ്ങനെ ഒരു തെറ്റ് ഞാൻ മനസ്സാരം ചെയ്തിട്ടില്ല. ഈ അമ്മയുടെ മകന് അത് ചെയ്യാൻ കഴിയില്ല. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇറങ്ങുക. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. പുറകിൽ നിന്ന് ഒരുപാട് വിളികൾ വരുന്നുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ അവൻ മുന്നോട്ട് നടന്നു. എന്നാൽ മറിച്ചല്ലായിരുന്നു ഭദ്രയുടെ അവസ്ഥ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ സ്കൂളിലെത്തുന്നവരെ പരിഹാസം നിറഞ്ഞ സംസാരവും നോട്ടവും. എന്നാൽ സ്കൂളിലെത്തിയപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പോലും അവളെ മറ്റൊരു കണ്ണുകൊണ്ടാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവൾ കഴിയുമായിരുന്നില്ല. അപ്പോഴേക്കും മറ്റുള്ളവർ സംഘം ചേർന്നുള്ള ആക്രമണം തുടങ്ങിയിരുന്നു. വാക്കുകൾ കൊണ്ട് അവൾ മുറിവേൽപ്പിക്കുന്നതായിരുന്നു ലക്ഷ്യം. ഞൊടിയിടയിൽ ഒരു കാറ് സ്കൂൾ മുമ്പിൽ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട് എല്ലാവരുടെയും നാവടഞ്ഞു. കിച്ചുവും സുൽത്താനും ദേവന്റെ ദേഷ്യത്തെയും അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെയും കുറിച്ചുള്ള ചർച്ചയിലാണ്. സുൽത്താന്, ഇവനിങ്ങനെ പോയാൽ ശരിയാവില്ല. എൻ്റെ ആനന്ദ് ഇങ്ങനെയല്ല. എപ്പോഴും കളിയും ചിരിയും എന്ത് രസമായിരുന്നു ആ ദിവസങ്ങൾ. ഇനിയിപ്പോൾ ചിരിച്ചുകൂടെ കാണാൻ കിട്ടുന്നില്ല. എന്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ? കിച്ചു വിഷമത്തോടെ സുൽത്താനോട് പറഞ്ഞു. എൻ്റെ മനസ്സിലിപ്പോൾ ഒരു മാർഗം തെളിഞ്ഞു വരുന്നു. നോക്കട്ടെ അവൻ ഏതുവരെ പോകുമെന്ന്. സുൽത്താൻ ചിലതെല്ലാം മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് വാർഡിലേക്ക് പുതിയൊരാളുടെ കൂടെ അഡ്മിഷൻ വന്നു. വന്നയാളെ കണ്ട് സുൽത്താനും കിച്ചു അമ്പരപ്പോടെ നോക്കി. ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ വൈശാഖൻ. കിച്ചുവിൻ്റെ അടുത്ത വീട്ടിൽ വൈശാഖനെ കിടത്തി. കയ്യും കാലം ഒടിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട കിച്ചുവിൻ്റെ പ്രതികരണം ഊഹിക്കാമല്ലോ. വൈശാഖ, അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യേ. അതാ ഞങ്ങൾ ദേവാനന്ദ് പറഞ്ഞ ഭാഗം പാലിച്ചിരിക്കും. കയ്യിൽ കെട്ട്, കാലിൽ കെട്ട്, നെറ്റിയിൽ കെട്ട്. നിന്റെ ക്ലാമർ കൂടി കൂടിയ പോലെ അട്ടി കാണാൻ പറ്റിയില്ലല്ലോ. ചിരിയോടെ കിച്ചു പറഞ്ഞു. നീ ഒന്നും മിണ്ടായിരിക്കിച്ചു, സുൽത്താൻ പറഞ്ഞു. ഇല്ലടാ, ഇല്ല. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കൈ തല്ലിയൊടിച്ചവനാ ഈ തെണ്ടി. ഞാൻ പറയും. അങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല നീ. എൻ്റെ പെങ്ങടെ പുറകിടന്ന് ശല്യം ചെയ്യുന്നത് നിന്നെ വെറുതെ വിടണോ? വൈശാഖൻ ചോദിച്ചു. ഇയാടാ പിന്നാലെ നടക്കാൻ പറ്റിയൊരു മുതല്. അതിന് പ്രാന്താ, പ്രേമ പണ്ടാരം. ഞാൻ അവളുടെ പുറകെ നടന്നുള്ള പൊട്ട. നിന്റെ പെങ്ങൾ ദേ ഈ സുൽത്താന്റെ പുറകെ നടന്ന. ഇവന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടു. നിന്റെ പെങ്ങളാ അവന്റെ പുറകെ നിന്ന് ശല്യം ചെയ്യുന്നത്. ഇവൻ മുഖം കൊടുക്കാതെ എന്നോട് വന്ന് സഹായം ചോദിച്ചാ അത് കണ്ടാണ് കാരണം നീ വന്ന്. കിച്ചു കോഴിത്തരം കാണിക്കും, വായി നോക്കും. പക്ഷെ അത് കോഴിത്തരം കാണിക്കുന്ന പെൺകുട്ടിയോട് മാത്രം. പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ആ ചെറ്റേ, നിന്നെ പോലെയല്ല നിന്റെ പെങ്ങൾ. അവൾ ആത്മാർത്ഥയുള്ളവളാ. ദൈവമേ, എന്ത് പാപം ചെയ്തിട്ടെന്തോ ഇതിന്റെ പെങ്ങളായി ജനിച്ച്. മൗനം മാത്രമായിരുന്നു വൈശാഖന്റെ മറുപടി. വൈശാഖ, നിനക്ക് കിട്ടിയ അടി അത് ഭദ്രയ്ക്ക് വേണ്ടി ദേവൻ തന്നതാണ്. എൻ്റെ കിച്ചുവിനെ തൊട്ട കണക്ക് അത് ഈ സുൽത്താൻ തന്നെ തീർത്തിരിക്കും. നിന്റെ ഈ വിശ്രമം തീർന്നോട്ടെ. നീ എന്നങ്ങ് നൊട്ടു. മിണ്ടാതിരുന്ന നീയൊക്കെ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചെന്ന് കരുതണ്ട. ഇവന് കൊണ്ടൊന്നും പോരാ. സുൽത്താനിൽ നിന്ന് ഇതിലും വലുത് ഞാൻ പ്രതീക്ഷിക്കുന്നു, കിച്ചു പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ വ്യക്തിയിലേക്ക് എല്ലാവരും ബഹുമാനത്തോടെ നോക്കി. ദേവന്റെ അമ്മ രേവതിയായിരുന്നത്. വീട്ടിലെ പൂച്ച ഒരു കാലത്ത് നാട്ടിലെ സിംഹമായിരുന്നു. എന്താ ഇവിടെ പ്രശ്നം? രേവതി ഭവ്യതയോട് ചോദിച്ചു. രേവതി അമ്മ, ഇവളിനി സ്കൂളിൽ പഠിപ്പിക്കരുത്. ഇവള് കുട്ടികളെയും കൂടി ചീത്തയാക്കും. ഏതോ അലവരാതി പറഞ്ഞു. ഇത്രയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇത്തവണ ശബ്ദം ഉയർന്നിരുന്നു. രേവതി നമുക്ക് ആളെന്ന് മനസ്സിലാക്കാൻ തോന്നുന്നു. ഇവളാ മേഡത്തിന്റെ മകൻ ദേവാനന്ദന് മയക്കെടുത്ത ആട്ടക്കാരി. സ്റ്റോപ്പ് ഇറ്റ് മേഡം. ഞാൻ മതി. ഇനി ഒരക്ഷരം മിണ്ടരുത് ആരും. ആരെ കുറിച്ച് എന്ത് തോന്നിയാസം പറയുന്നായോ? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകളാണെങ്കിൽ നിൽക്കുന്ന ഭദ്ര. അത് മറക്കരുത് ആരും. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് നിന്നെയൊക്കെ ഏറ്റിക്കൊണ്ട് ഓടിയിട്ടുണ്ട് നിന്റെ അപ്പനും അമ്മയും ആ മനുഷ്യന്റെ കാൽക്കീഴിൽ. ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ പരിശോധിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്ത ബാലകൃഷ്ണൻ ഡോക്ടർ ആത്മാവിനോട് നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദിയായിട്ട് കാണിക്കരുത്.
പിന്നെ ഈ കുട്ടിയെന്ന് മാത്രമല്ല, ഈ ശബ്ദം ഉയർത്തുന്ന ഓരോരുത്തരെയും പിരിച്ചുവിടാനും തിരിച്ചുപിടിക്കാനുള്ള അവകാശം അതെനിക്കോ ദേവേട്ടനോ അല്ല, മറിച്ച് നിങ്ങൾ തിമ്മാടിയെന്ന് മുദ്രകുത്തിയ എൻ്റെ മകൻ ദേവദത്തിനാണ്. അവന് തീരുമാനിക്കാം ആർക്ക് ഇവിടെ നിൽക്കണമെന്ന്. അത് കേട്ട് ഭദ്ര ഞെട്ടലോടെ രേവതിയെ നോക്കി. എല്ലാവരും കൂടിയായിട്ട് പറയുക, ഈ നിൽക്കുന്ന ഭദ്രയുടെ വീട്ടിൽ എൻ്റെ മകൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ അവൻ അങ്ങോട്ട് പോയത്. രേവതിയുടെ വാക്കിൽ എല്ലാവരും സ്തബ്ധരായി. അതെ, കാരണം അവൻ പ്രണയിക്കുന്ന പെണ്ണിന്റെ മാനവും അഭിമാനവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവൻ്റെതാ. അവന്റെ പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിച്ച അവൻ തള്ളും. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അവന് മാത്രമല്ല, ഞങ്ങൾക്ക് മനസ്സിന് പിടിച്ച പെൺകുട്ടിയാണ് ഭദ്ര. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ വ്യക്തിപരമായ ഒരു വിഷയമാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓളുവാ, ഒന്ന് വണ്ടി കയറ്. മാഡം, ഞാൻ വരൂ, ബാക്കിയെല്ലാം പിന്നെ ആവും. അവർ നേരെ ചെന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. ഒരു ആൽമരത്തിന് താഴെ ഡ്രൈവർ രാമേട്ട വണ്ടി നിർത്തി. അവരവിടെ ഇറങ്ങി. ചുറ്റും വയൽപ്പാടങ്ങൾ, തണുത്ത കാറ്റ്, മനസ്സോടെ സംസാരിക്കാൻ അത് തന്നെയായിരുന്നു ഉചിതമായ സ്ഥലം. മേഡം, എനിക്ക് പറയാനുള്ള അവസരം തരണം പ്ലീസ്. അതിനാണല്ലോ ഭദ്ര നമ്മൾ ഇങ്ങോട്ട് വന്നു. അവസരം തരാം. അതിനു മുന്നേ ഈ മേഡം എന്നുള്ള വിളി ഒഴിവാക്കണം. വല്ലാത്തൊരു അകൽസ പോലെ തോന്നുന്നു. രേവതി അമ്മ എന്ന് വിളിക്കാം. അമ്മ എന്ന് വിളിച്ചാൽ അതിലും സന്തോഷം. ഓർമ്മ വച്ച കാലം മുതൽ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. സന്തോഷമേ ഉള്ളൂ ഈ രേവതി അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ. ഞാൻ കാണാത്ത എൻ്റെ അമ്മയുടെ മേലെ സത്യം ചെയ്ത് പറയുമോ, ദേവേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, അത്രമാത്രം. പിന്നെ അമ്മ പറഞ്ഞവരെ ദേവേട്ടനായിട്ട് പ്രണയം ഞങ്ങൾ തമ്മിലില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. അമ്മയുടെ മകനെ നാട്ടുകാർക്ക് തെമ്മാടിയാണെങ്കിൽ എനിക്ക് സാക്ഷാൽ മഹാദേവന് തുല്യ. അങ്ങനെ ഭദ്ര അവൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി രേവതി അമ്മയോട് വ്യക്തമാക്കി. ഭദ്ര, നീ വിശ്വസിക്കുന്നുണ്ടോ ദേവനാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന്? ഒരിക്കലും ഇല്ല അമ്മ. എനിക്കറിയാം അന്ന് തട്ടിക്കൊണ്ടുപോയത് വിനായകാണെന്ന്. അറിഞ്ഞു അറിയാത്ത ഭാവം നടിച്ചതാണ്. കാരണം എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സ്വാർത്ഥത ഇന്ന് ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിച്ച്. ആദ്യമൊക്കെ വഴക്കുണ്ടാക്കി അച്ഛനെ നഷ്ടപ്പെട്ട എനിക്ക് മിണ്ടാനും പറയാനും ദേവേട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് മൗനത്തിലേക്കുള്ള മാറ്റം. ആ പാവത്തിനെ അവിശ്വസിക്കരുത്. അദ്ദേഹത്തിന് ആരെയും പ്രണയിക്കാനും സ്നേഹിക്കാനൊന്നും കഴിയില്ല. അമ്മയെങ്കിലും മനസ്സിലാക്കണം ആ മനസ്സ്. സൗമ്യമായ ഭാഷയിൽ ഭദ്ര പറഞ്ഞു. എന്നാൽ അതിശയമായിരുന്നു രേവതിയുടെ പാവം. എന്താ അമ്മ, എന്തു പറ്റി? അല്ല മോളെ, വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ മോനെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കുന്നത്. മോൾക്ക് നല്ലതേ വരും. എനിക്കറിയാം എൻ്റെ മോനെ. പക്ഷേ മോൾ എൻ്റെ കൂടെ വരണം. വീട്ടിൽ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് ചരക്കൽ തറവാട്ടിലേക്ക്. അമ്മ, ഞാൻ ഒന്നും പറയരുത്. എൻ്റെ 4 മക്കളിൽ ഒരാളായി ഞാൻ കാണും. ഒരു ബുദ്ധിമുട്ടും നിനക്ക് അവിടെ ഉണ്ടാവില്ല. നിനക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരിക്കും ചരക്കൽ തറവാട്. വിശ്വാസമില്ലായിട്ടല്ല, അത് ശരിയല്ല. അത് ദേവേൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കും. ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ആർക്കൊരു ശല്യമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോളെ, നിനക്കിനി അവനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നീ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവൻ നിന്നെ കണ്ടെത്തും, നിന്നെ സംരക്ഷിക്കും. കാരണം വാക്ക് തന്ന എൻ്റെ മോന. അവൻ്റെ പേര് ചെറുക്കൽ ദേവാനന്ദെന്ന. വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. മോൾ എന്നോടൊപ്പം വരണം. ദേവന് ഭദ്രയോർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. മദ്യത്തിൻ്റെ കുപ്പി അവൻ വായിലേക്ക് അമഴ്ത്തി. എടാ മതിയടാ, നീ നല്ല ഓവറാ. സുൽത്താൻ അത് ഞങ്ങളെ പഞ്ഞിക്കണം. കുപ്പി പിടിച്ചു വാങ്ങിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. എടാ, എനിക്ക് കുടിക്കണം. എത്ര കുടിച്ചാലും ദേവാനന്ദ സ്ട്രോങ്. ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? അപ്പൊ നീ അവൾക്ക് വേണ്ടിയാണ് കുടിക്കുന്നത്? എന്താടാ, സംരക്ഷിച്ച് പ്രേമത്തിനെ മൊട്ടു വിരിഞ്ഞു ഈ തെമ്മാടിയുടെ നെഞ്ചിൽ? ജസ്റ്റിയുടെ ആ ചോദ്യം കൊണ്ട് ദേവന്റെ നെഞ്ചിലായിരുന്നു. എന്താടാ നീ പറയുന്നത്? പ്രേമോ? എനിക്കോ? ഇങ്ങനെയാണോ നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല. എന്നും അത് അങ്ങനെ ആയിരിക്കും. നിനക്ക് പ്രാന്ത. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പഴയത് ഓർത്തിരിക്കാതെ പുതിയ ജീവൻ തുടങ്ങിയുള്ള നിമിത്തമായിട്ടാണ് ഞങ്ങൾ ഭദ്രയെ കാണുന്നത്. ദേവൻ നിന്റെ മാനസികാവസ്ഥ മനസ്സിലാകാനിട്ടല്ല, മറക്കേണ്ടതെല്ലാം നീ മറക്കണം. അതുകൊണ്ടാണ് ആനന്ദു എന്ന പേര് പോലും ഞങ്ങൾ മാറ്റി ദേവനെന്നാക്കിയത്. സ്വീകരിച്ചുവിടാ നിനക്ക് അവളെ. പാവല്ലേ, അതിന് മറ്റാരുമില്ല. രുദ്രൻ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ് എങ്ങോട്ടാ? അവളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. അത് ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നതിൻ്റെ കരുതലാണ്. നാളെ തന്നെ ഞാൻ അവളെ ഹോസ്റ്റലിലേക്ക് മാറ്റും. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഞാനായിട്ടുണ്ടാക്കിയ അപമാനം ഞാനായി തന്നെ തീർക്കും. അവൾക്ക് ചേരുന്ന ഒരു ചെറുക്കൻ ഞാൻ തന്നെ കണ്ടുപിടിക്കും. ദേവൻ ഭദ്രയ്ക്ക് വേണ്ടി അത്രയധികം ചിന്തിച്ചിരുന്നു. ഇവനോട് പറഞ്ഞൊന്നും കാര്യമില്ല. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എല്ലാത്തിനോടും ചെയ്ത് തെറ്റായി പോയി തോന്നരുത്. അപ്പോൾ അത് തിരുത്താൻ അവസരം കിട്ടിയെന്നില്ല. ജസ്റ്റ് ഓ, അത് ഞാനങ്ങ് സഹിച്ചോളാം. ഉപദേശം കേൾക്കാൻ തൽക്കാലം മൂടില്ല. മറ്റൊരു ദിവസം ഞാൻ പോവാ. ദേവൻ. എങ്ങോട്ടാണ്? ചർക്കൽ തറവാട്ടിലേക്കോ അതോ ഭദ്രയുടെ വീട്ടിലേക്കോ? രുദ്രൻ ചോദിച്ചു. നിന്റെ അമ്മാവൻ്റെ കുഴിമാടത്തിലോട്ട് ഓടാ. ആ, എന്നെ അന്വേഷണം പറയുക അമ്മാവനോട്. രുദ്രൻ. ഓവ. അവിടുന്ന് ദേവൻ നേരെ ചെന്ന് ഭദ്രയുടെ വീട്ടിലേക്കായിരുന്നു.
താൻ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന അവളാണെന്ന് ഓർക്കുമ്പോൾ ദേവന് വല്ലാത്ത കുറ്റബോധം തോന്നി. ഭദ്ര ഭദ്ര കഥക് തുറക്ക്. തിരിച്ചു മറുപടിയൊന്നും വന്നില്ല. ദേവൻ തുടർന്ന് വിളിച്ചു. അപ്പോഴും മറുപടിയില്ല. അവനെ നെഞ്ചിലേക്ക് ഭയത്തിന്റെ നിഴൽ വീണിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കയ്യിലെടുത്തു. ഭദ്രയെ വിളിക്കാൻ തൻ്റെ കയ്യിൽ അവിടെ നമ്പറില്ലെന്ന് അവൻ ഓർത്തു. വേഗത്തിൽ സ്കൂളിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും കുടിച്ച കെട്ടല ഇറങ്ങി തുടങ്ങിയിരുന്നു. ഹലോ, ഞാൻ ദേവാനന്ദാണ്. പറയൂ സർ. ഭദ്ര ബാലകൃഷ്ണൻ, ഭദ്ര ടീച്ചർ അവിടെ ഉണ്ടോ? ടീച്ചർ വന്നിരുന്നു സർ, പക്ഷേ കുറച്ച് മുന്നേ മാഡം വന്ന് വിളിച്ചിട്ട് പോയി. മേഡോ? ഏത് മേഡം? രേവതി അമ്മ. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴാണ് മാഡം വന്ന് ടീച്ചറെ കൂട്ടിക്കൊണ്ടുപോയത്. പറഞ്ഞു തീരും മുന്നേ ദേവൻ ഫോൺ വെച്ചിരുന്നു. അമ്മ എന്തിനാണ് അവളെയും കൂട്ടിപ്പോയതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ദേവന്റെ ഫോൺ ചിലക്കുന്നത്. വൈശാഖ, വേദന ഉണ്ടോടാ? കൈയാണോ വേദന? അതൊക്കെ ആരാണോ വേദന? വൈശാഖനെ ഭ്രാന്ത് പിടിക്കണം നമ്മുടെ കിച്ച്. ഞാൻ എഴുന്നേറ്റ് വന്ന നീ തീർന്നു കൃഷ്. എവിടെയാണ് വേദന എന്ന് ഞാൻ ശരിക്കും നിന്റെ ശരീരത്തിൽ കാണിച്ചു തരും. നീ എന്നെ അത് ഈ അവസ്ഥയിൽ പടാ എഴുന്നേൽക്കാൻ പറ്റും, നിവർത്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക്. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. സുൽത്താനെ, ഇവനെയും കൊണ്ട് പോയിക്കോ. എൻ്റെ ക്ഷമ തെറ്റി തുടങ്ങി. അനുഭവിച്ചോ ഈ നിനക്കുള്ള ചെറിയ ശിക്ഷ. ആരെയും കൊണ്ട് നിനക്ക് ഇവനെ തോൽപ്പിക്കാം. പക്ഷെ നാവുകൊണ്ട് നിനക്ക് ഈ ജന്മത്തിൽ സാധിക്കില്ല. അതാണ് ഇവൻ്റെ ആയുധം, നാക്ക്. വൈശാഖ, നിനക്ക് തീരെ ഉറക്കല്ലേ? ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? മൗനം മാത്രമായിരുന്നു വൈശാഖന്റെ മറുപടി. കാക്കേ കാക്കേ കൂടെ ഇവിടെ, യോ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഓ യോ കമോൺ അവരിവിടെ. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ യാഹു. കുഞ്ഞ് കിടന്ന് കരയില്ലേ കുഞ്ഞേ കുഞ്ഞേ. നിർത്താ, ഞാൻ നിർത്താം. ഇനി പാടി നിന്റെ പള്ളക്കാൻ കത്തിയേറ്റു. വൈശാഖൻ ഉറഞ്ഞു തുള്ളി. അയ്യോ അങ്ങനെ പറയരുത്. ഈ പാട്ട് ഇഷ്ടമായില്ലേ? വേറെ പാടാം. വേണ്ട. വേണം. പാടരുത്. പാടി. ആ പട്ടി കടിക്കണ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണി വിൽക്കണ പിള്ളേരാണേ. ആലപ്പുഴക്കാരൻ കോലപ്പം വായിക്ക് പാലപ്പം നിന്നപ്പം പല്ല് പോയേ. നേരാണേ അത് നേരാണേ. പാലപ്പം നിന്നപ്പം പല്ല് പോയേ. ആ പല്ലും കൊണ്ടാശാൻ പാലത്തിൽ കയറി കാലം തെറ്റി പുള്ളി തൊട്ടിപ്പോയേ. നേരാണേ അത് നേരാണേ. കാലം തെറ്റി പുള്ളി തൊട്ടിപ്പോയേ. സുൽത്താൻ പതി അവിടുന്ന് എസ്കേപ്പ്. വാർഡിലെ മറ്റു രോഗികൾ ചെവി അടച്ചുപിടിച്ച് കിടപ്പാണ്. കൈ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് വൈശാഖിന് അതിനും സാധിക്കുന്നില്ല. സുൽത്താൻ നേരെ ഡോർ ലക്ഷ്യമാക്കി നടന്നു. ഇടയിൽ കിച്ചുവിനും തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആരുമായി കൂട്ടിയിടിച്ചു. ദേവൻ ഫോണിലേക്ക് നോക്കി. ഡിസ്പ്ലേയിൽ അമ്മായും തെളിഞ്ഞു വന്നു. ദേവൻ ഫോൺ എടുത്തു. അമ്മ എന്ത് പണിയാ കാണിച്ച്? അവളെ കൊണ്ട് എങ്ങോട്ടോ പോയേ? എന്താടാ എൻ്റെ മരുമോളക്കാരൻ? എനിക്ക് ഇതിൻ്റെ അനുവാദം ചോദിക്കണോ? മരുമോളോ? അമ്മ പ്രാന്ത് പിടിപ്പിക്കാതെ. നിങ്ങൾ എവിടെയാ? ഞങ്ങളിവിടെ തോടിൻ്റെ അടുത്തുള്ള കുന്നിൻ ചെരുവുണ്ട്. നീ ഇങ്ങോട്ട് വാ, വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓരോ ദിവസം പോകുന്നൊരു അമ്മ കുട്ടികളെയൊക്കെ മോശം. ഞാൻ അങ്ങോട്ട് വരാം. ഇനി എവിടെയും പോകണ്ട. ദേവൻ ബുള്ളറ്റുമായി കുന്നിൻ ചെരുവിലേക്ക് ചെന്നു. ദേവന്റെ ബുള്ളറ്റിന് ശബ്ദം കേട്ടതും ഭദ്ര രേവതിയുടെ പുറകിലേക്ക് നീങ്ങി. ദേവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവർക്കരികിലേക്ക് വന്നു. നന്ദൂട്ടി ഉണ്ടായിരുന്നു അവർക്കൊപ്പം. അമ്മ എന്ത് പണിയാ കാണിച്ച്? ഇവളെ കാണാൻ ഞാൻ എത്ര ടെൻഷനായിന്നറിയോ? അതെന്തിനാ പോലെ നിനക്ക് ഇത്ര ടെൻഷൻ? ആ അതിന് ചോദിക്കാം നന്ദൂട്ടി. അത് പിന്നെ ഇവളെ നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാ. അതുകൊണ്ട്. അല്ല, ഇവളെ സംരക്ഷിക്കാൻ ഇവളും നീയും തമ്മിൽ എന്താ ബന്ധം? പെങ്ങളാണെന്ന് പറയാനാണെങ്കിൽ എൻ്റെ അറിവിൽ എനിക്ക് 4 മക്കളേ ഉള്ളൂ. ഇനി അച്ഛനെങ്ങാനും. അമ്മ ഏയ് മൂപ്പര് ഡീസൻ്റാ. പിന്നെ ഇവളെ സംരക്ഷിക്കാൻ നീ ആരാ? ഇവളെ കെട്ടിയാണോ? രേവതിയുടെ ചോദ്യത്തിൽ ദേവൻ ഉത്തരം നിൽക്കുമ്പോൾ എല്ലാവർക്കും ചിരി വന്നു. അമ്മ ഒരാളെ സംരക്ഷിക്കാൻ മനസ്സുണ്ടായ പോരെ? അതിനെന്തെങ്കിലും ബന്ധം വേണമെന്നുണ്ടോ? ഉണ്ട്, എൻ്റെ അറിവിലുണ്ട്. ഈ അമ്മ. ഭദ്ര നീ വന്നേ പോവാ. എങ്ങോട്ട് പോവാ? ഇവളിപ്പോൾ ചെറുക്കൽ തറവാട്ടിൽ ഇളയ മരുമകളാ. അവള് ജീവിക്കേണ്ടതേ ചെറുക്കൽ തറവാട്ടിലാ. അമ്മ മതി. അമ്മയുടെ തമാശകൾ ആസ്വദിക്കേണ്ട മൂഡിലല്ല ഞാനിപ്പോൾ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പം നീ ഇവളെ പ്രണയിക്കുന്നില്ല, നിനക്ക് ഇവളെ വേണ്ട. എന്തായാലും മേലെ സത്യം ചെയ്ത് പറയും നീ ഭദ്രയെ പ്രണയിക്കുന്നില്ലെന്ന്. രേവതി. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? അമ്മ പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഭദ്രയെ പ്രണയിച്ചിരുന്നു, ഇപ്പോഴും പ്രണയിക്കുന്നു. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ ഈ ഭദ്ര ബാലകൃഷ്ണനെ അല്ല. രേവതി നന്ദു ഞെട്ടിലോടെ ദേവനെ നോക്കി. അതെ, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ പ്രണയിച്ച ഈ ഭദ്രയെ അല്ല. അലറിക്കൊണ്ട് ദേവൻ പറഞ്ഞു. എന്നാ പറ, ഞങ്ങളോടെല്ലാം നീ പറഞ്ഞിരുന്ന സുന്ദരിയായ നർത്തകിയായ ആ ഭദ്ര ആരാണ്? അമ്മ കോപത്തോടെ ചോദിച്ചു. ദേവഭദ്ര, അവളാ എന്റെ പെണ്ണ്. നൃത്തത്തെ ജീവനായി കരുതിയ എന്റെ ഭദ്ര അത് ഇവളല്ല, എന്റെ ദേവൂട്ടിയാ. ഈ അനന്തന്റെ ഭദ്ര അത് അവളാ. ദേവഭദ്ര ശ്രീനിവാസൻ.